നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. മദ്യനയത്തിൽ ഉരസി LDFും UDFും. ബാറുകൾ തുറക്കാമെന്ന് CPM ഉറപ്പുകൊടുത്തുവെന്ന് VM സുധീരൻ. നിരോധനം ആപത്തെന്ന് പിണറായി വിജയൻ. ബാറുകൾ തുറക്കുമെന്ന പ്രചാരണം തള്ളി കോടിയേരി. UDF യോഗം ബഹിഷ്കരിച്ച് KM മാണി. സീറ്റ് ചർച്ച ഫോണിലൂടെ നടത്തിയതിൽ അമർഷം. ടോമി കല്ലാനിക്കെതിരായ പരാതി പരിഗണിക്കുമെന്ന് PP തങ്കച്ചൻ. ജോണി നെല്ലൂർ മുന്നണി വിടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. KPCC നേതൃത്വത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് INTUC. 18 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. സുധീരന്റെ ആദർശം ആളെ പറ്റിക്കൽ ജാടയെന്ന് പിണറായി വിജയൻ. സ്വന്തം പാർട്ടിയുണ്ടാക്കി CK ജാനു NDA കൂടാരത്തിൽ. ദേശീയ ഗെയിംസ് നടത്തിപ്പിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയ C&AG റിപ്പോർട്ടറിന്. നടത്തിപ്പിൽ സർവത്ര ക്രമക്കേട്. കോടികളുടെ ഉപകരണങ്ങൾ എവിടെ പോയെന്ന് അജ്ഞാതം. സ്റ്റേഡിയം നിർമ്മാണത്തിലും ക്രമക്കേട്. ഹോപ്പ് പ്ലാന്റേഷന് ഭൂമി പതിച്ചു നൽകിയ വിവാദ ഉത്തരവും സർക്കാർ പിൻവലിച്ചു. സൗജന്യ അരി വിതരണം നടത്താൻ സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി. പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തരുത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനം പുതുക്കാനും അനുമതി. ബാർ കോഴ കേസിൽ താൽക്കാലിക ആശ്വാസം തേടി KM മാണി ഹൈക്കോടതിയിൽ. തിരുവനന്തപുരം വിജിലൻസ് കോടതി നടപടി നിർത്തണം. R സുകേഷിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം തീരും വരെ നടപടികൾ പാടില്ല. രാജ്യം വരൾച്ചാ ദുരിതം നേരിടുമ്പോൾ കേന്ദ്ര സർക്കാർ കണ്ണടച്ചിരിക്കരുതെന്ന് സുപ്രീം കോടതി. വരൾച്ചാ കാലത്ത് സ്റ്റേഡിയം നനയ്ക്കാൻ ജലം പാഴാക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് മുംബൈ ഹൈക്കോടതി. ജലലഭ്യതയുള്ള സംസ്ഥാനങ്ങളിലേക്ക് IPL മാറ്റുന്നത് പരിഗണിക്കണം. നികുതി വെട്ടിക്കാൻ വിദേശത്ത് രഹസ്യ നിക്ഷേപം നടത്തിയ ഇന്ത്യക്കാരിൽ മലയാളിയും. തിരുവനന്തപുരം സ്വദേശിക്ക് ബ്രിട്ടീഷ് വിർജിൻ ദ്വീപുകളിൽ 5 കമ്പനികൾ. നിക്ഷേപ വിവരം പുറത്തായതോടെ ഐസ്ലൻഡ് പ്രധാനമന്ത്രി രാജിവെച്ചു. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. പ്രകടന പത്രികയിലെ മദ്യനയ വിഷയത്തിൽ കൊമ്പുകോർത്ത് LDFും UDFും. ബാറുകൾ തുറപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയതുകൊണ്ടാണ് മദ്യനിരോധനത്തെ CPM എതിർക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആരോപിച്ചു. എന്നാൽ മദ്യമെന്ന് പറഞ്ഞാൽ വോട്ട് വീഴില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും പ്രതികരിച്ചു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് വേണ്ടതെന്ന LDF പ്രകടന പത്രിക ഉയർത്തിക്കാണിച്ചാണ് VM സുധീരൻ കടന്നാക്രമിച്ചത്. മദ്യലോബിയും CPIയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അടച്ച ബാറുകൾ തുറപ്പിക്കാമെന്ന അപ്രഖ്യാപിത ഉറപ്പ് CPIM നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി അംഗീകരിച്ച മദ്യനയം അട്ടിമറിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നതെന്നും സുധീരൻ ആരോപിച്ചു. മദ്യലോബിയും CPM നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ പരസ്യമായ പ്രകടമായ രൂപമാണ് ഇന്ന് സഖാവ് പിണറായിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സംവിധാനം വന്നാൽ കേരളത്തിലെ അടച്ചിട്ട ബാറുകൾ തുറന്നു കൊടുക്കും എന്നുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു ധാരണ അവിടെ നിലനിൽക്കുന്നു. എന്നാൽ പൂർണ്ണ മദ്യനിരോധനം ഉണ്ടാക്കുന്ന ആപത്ത് കണക്കിലെടുത്താണ് മദ്യവർജനത്തിന് വേണ്ടി വാദിക്കുന്നതെന്ന് പിണറായി വിജയൻ മറുപടി നൽകി. ഞങ്ങൾ ഒരിക്കലും മദ്യം പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ മദ്യം പൂർണ്ണമായി നിരോധിച്ചാലുണ്ടാകാനിടയുള്ള അത്യാപത്ത് ഭയന്നുകൊണ്ട് തന്നെയാണ് മദ്യവർജനം എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ അതിൽ തന്നെ ആണ് ഇപ്പോഴും നിൽക്കുന്നത്. മദ്യമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വോട്ട് വന്ന് വീഴില്ല എന്നും പിണറായി തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയുടെ ധാരണ മദ്യം എന്ന് പറഞ്ഞാൽ വോട്ടെന്തോ ഇങ്ങനെ ഓടി വരുമെന്നാണ്. LDF അധികാരത്തിൽ വരുമ്പോൾ ബാറുകൾ തുറന്നുകൊടുക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. 96 ഞങ്ങളെ പ്രതികൂട്ട് നിർത്താൻ ചാരായം പുനഃസ്ഥാപിക്കും ഇടതുപക്ഷം വന്നാൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടായിരുന്നു ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ മദ്യവർജനം എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ജനങ്ങൾ അംഗീകരിക്കുകയും ചാരായം പുനഃസ്ഥാപിക്കും ഇടതുപക്ഷം വന്നാൽ എന്നുള്ള പ്രചാരവേല അടിസ്ഥാനരഹിതമാണെന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇതോടെ മദ്യനയത്തിലെ മുന്നണി നിലപാട് സംസ്ഥാനത്ത് സജീവ പ്രചാരണ വിഷയമാകുമെന്ന് ഉറപ്പായി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് A ഷുക്കൂർ ആലപ്പുഴ സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നു. അതുപോലെ ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ PM മനോജ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. KCBC മദ്യനിരോധന സമിതിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു. കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹി എലഗൻസ് ബിനോയ് കൊച്ചി സ്റ്റുഡിയോയിലുമുണ്ട്. ആദ്യം ശ്രീ A ഷുക്കൂർ, അല്പസമയം മുമ്പ് താങ്കൾ കേട്ടതാണ് ഒരു സൗണ്ട് ബൈറ്റ്. 1996 ചാരായ നിരോധനത്തിൻ്റെ ഹിതപരിശോധന എന്ന് പറഞ്ഞായിരുന്നു AK ആന്റണി വോട്ട് തേടിയത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പിണറായി വിജയനും
കോടിയേരി ബാലകൃഷ്ണനും കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നത് അക്കാര്യമാണ്. മദ്യമെന്ന് പറഞ്ഞാൽ ഉടനെ വോട്ടെല്ലാം UDF വരും എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഉമ്മൻചാണ്ടി കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നാണ് രണ്ടു നേതാക്കളും പറയുന്നത്. എന്താണ് മറുപടി? വിജയകുമാറെ, ശ്രീ AK ആന്റണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ചാരായം നിരോധിച്ചിരുന്നു. ആ ചാരായ നിരോധനം മാത്രം പോരാ, ഒരു മദ്യ നിരോധനത്തിലേക്ക് ഘട്ടം ഘട്ടമായി ചെല്ലണം എന്ന ജനാഭിലാഷം നിലനിൽക്കെയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പൂർണ്ണമായ മദ്യനിരോധനത്തിലേക്ക് ഭാവിയിൽ പോകത്തക്ക തരത്തിൽ ഘട്ടം ഘട്ടമായി മദ്യനിരോധനത്തിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ ആ ഘട്ടം ഘട്ടമായി മദ്യനിരോധനത്തിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 5 സ്റ്റാർ ബാറുകൾ ഒഴികെയുള്ള എല്ലാ ബാറുകളും അടച്ചുപൂട്ടി. 730 ബാറുകൾ അടച്ചുപൂട്ടിയ ഗവൺമെന്റിന്റെ മദ്യനയത്തെ ഈ സംസ്ഥാനം മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്ന് മാത്രമല്ല, ആ മദ്യനയത്തിന് എതിരായി മുന്നോട്ട് പോയ മദ്യ ലോബി, അതിന് കൂട്ടുനിന്ന CPM പോലെ CPI പോലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരു സംശയവും വേണ്ട, ഈ മദ്യനയത്തിൻ്റെ ഇത്തവണത്തെ മദ്യനയത്തിൻ്റെ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF തുടർ ഭരണത്തിലേക്ക് പോകുന്ന കാഴ്ച ഉണ്ടാകാൻ പോകുകയാണ്. ഈ മദ്യനയമാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അംഗീകരിച്ചത്. എന്തുകൊണ്ടാണ്? ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പാകെ ചെന്ന് തീരുമാനത്തിനു വേണ്ടി സുപ്രീം കോടതിയുടെ മുമ്പാകെ ചെല്ലുമ്പോഴും കേരള ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത മദ്യനയം ശരിയാണെന്നും ഇത് തുടരാനുള്ള അനുവാദം നൽകുകയുമായിരുന്നു. ഏതെല്ലാം തലത്തിൽ അതിൻ്റെ ഗുണം നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടായി എന്നുള്ളത് വളരെ മെച്ചപ്പെട്ട നിലയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കുടുംബകലഹം, കോടതിയിലെ കുടുംബ കേസുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. സമാധാന നില കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ഷുക്കൂർ, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം പിന്നീട്. മദ്യനയം ഏതൊക്കെ തരത്തിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തി എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ശ്രീ PM മനോജ്, ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. സുപ്രീം കോടതി അംഗീകരിച്ച ഒരു മദ്യനയം ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കാൻ തുടങ്ങുകയാണ്. കേരള മോഡൽ ലിക്വർ പോളിസി എന്ന് അതിനെ വിളിച്ചു തുടങ്ങി ഇന്ത്യ മുഴുവൻ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഈ നയം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി ബാറുടമകളും ഇടതുമുന്നണിയും ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ടത്രേ. ആ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി UDF ദുർബലപ്പെടുത്തുകയും അങ്ങനെ UDF ദുർബലമായി കഴിയുമ്പോൾ തുടർന്ന് വരുന്ന ഇടതുമുന്നണി ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന കുറേ ബാറുകൾ തുറന്നു കൊടുക്കുകയും ചെയ്യും. അത്തരമൊരു ധാരണയുടെ അപ്രഖ്യാപിത ഒരു പ്രഖ്യാപനമാണ് അത്രേ ഇന്ന് നടന്നത് എന്നാണ് VM സുധീരൻ പിണറായിയുടെയും കോടിയേരിയുടെയും പ്രസ്താവനയെപ്പറ്റി പ്രതികരിച്ചിരിക്കുന്നത്. സൈക്കോളജിക്കൽ മൂവാണ്. UDF ഇപ്പോൾ ദുർബലമല്ല എന്ന് വരുത്തി തീർക്കൽ ഒരു ലക്ഷ്യം. 2, നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്ത സഖാവ് പിണറായി പറഞ്ഞതുപോലെ തന്നെ ഈ മദ്യം എന്ന് പറഞ്ഞാൽ ഒരു സൗകര്യമുണ്ട്. ഈ മദ്യം മഹാമോശമാണ്. അത് മദ്യം കഴിച്ചാൽ ആളുകളുടെ ആരോഗ്യം നശിക്കും, കുടുംബം നശിക്കും. അതുകൊണ്ട് മദ്യത്തിൻ്റെ പേര് പറയുമ്പോൾ അതിൻ്റെ ചാമ്പ്യന്മാരാണ് ഞങ്ങൾ എന്ന് സ്ഥാപിച്ച് ഇപ്പോൾ ശ്രീ ഷുക്കൂർ പറഞ്ഞതുപോലെ വികസനം പറയാനില്ല, 5 കൊല്ലത്തെ ഭരണത്തെക്കുറിച്ച് പറയാനില്ല. പിന്നെ അത് കഴിഞ്ഞ് മദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മാണിയെ ഓർമ്മ വരുന്ന അവസ്ഥ. ഈ UDF ക്യാബിനറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായിരുന്നു KM മാണി. അദ്ദേഹം ഇന്ന് അവരോടൊപ്പം ഇല്ല, മന്ത്രിമാരോടൊപ്പം ഇല്ല, പുറത്താണ്, രാജിവെച്ച് നാണം കെട്ട് പോകേണ്ടി വരുന്നു. മദ്യം ബാറുടമകളിൽ നിന്ന് കോഴ വാങ്ങിയതാണ് കേസ്. അതിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ മദ്യനയം എന്താണ് എന്ന് ഈ ക്രൈസ്തവ ജനതയുടെ മുഖപത്രം ലൈറ്റി വോയിസ് ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വാചകങ്ങൾ ഞാൻ കൂടുതലൊന്നും വായിക്കുന്നില്ല. മദ്യനിരോധനത്തിനായി മുറവിളി കൂട്ടിയ ചില സമുദായങ്ങളുടെയും മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും വായടപ്പിച്ച് മൂലക്കിരുത്താൻ അധികാരത്തിൻ്റെ പിൻബലത്തിൽ ആദർശത്തിൻ്റെ കപട വേഷധാരികൾക്കായി എന്നതല്ലേ സത്യം.
ഇതിൻ്റെ പേരിൽ ചിലരെ ആദർശ സുധീരന്മാരാക്കി നാട്ടിലുടനീളം എഴുന്നള്ളിച്ച് നടത്തിയതിൻ്റെ കുറ്റബോധവും പാപഭാരവും ഇന്നിപ്പോൾ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കും ക്രൈസ്തവരുൾപ്പെടെ വിവിധ സമുദായങ്ങൾക്കുമുണ്ട്. 1. 2. ബാറുകളിലിരുന്ന് വീര്യമുള്ള വിഷം വീശിയവർ ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യം വാങ്ങി വീടുകൾ ബാറുകളാക്കി എന്ന് മാത്രമല്ല, ബാറുകളിൽ ഒരു പെഗ്ഗിൽ ഒതുങ്ങിയവർ വീടുകളിൽ ഒരു ഫുള്ളിലേക്ക് മാറിയെന്നതും ഇതിൻ്റെ ബാക്കി പത്രത്തിൽ പെടുന്നു. ഞങ്ങൾ പറയുന്നതല്ല, ഇത് ലേറ്റി വോയിസ് ക്രൈസ്തവരുടെ മാർ ആലഞ്ചേരിയുടെ പിന്നെ ചിത്രം അടിച്ചിട്ടാണ് അതിൻ്റെ കവർ പേജ്. അതിനെയും ഞാൻ ഉദ്ധരിക്കുകയല്ല. ഇവിടെ 30% പിന്നെ വീടുകൾ ബാറുകളായി എന്ന് പറഞ്ഞത് ഞങ്ങളല്ലല്ലോ. ശ്രീ ഷുക്കൂറിൻ്റെ നേതാവ് ആൻ്റണിയല്ലേ? ആൻ്റണി അവർ നിഷേധിക്കുമോ? പിന്നെയോ കണക്കുകളാണ്. UDF ഗവൺമെൻറ് നിയോഗിച്ച ചില സമിതികളും കണക്കുകളും ഉണ്ട്. 2015 കേരള സർക്കാർ നിയമിച്ച കേരള ആൽക്കഹോളിക് സ്റ്റഡി ടീം അവർ പറഞ്ഞത് കേരളത്തിൽ 38% പേർ മദ്യപിക്കുന്നു. ഇതിൽ ഈ മദ്യപരിൽ 84.4% ആളുകളും വീട്ടിലിരുന്നാണ് മദ്യപിക്കുന്നതെന്നാണ്. ബാക്കി 7% പൊതുസ്ഥലങ്ങളിൽ പോകുന്നുള്ളൂ. പിന്നെയോ ഈ 2013-14 വർഷത്തിൽ വിദേശ മദ്യ വിൽപ്പനയിലൂടെ നേടിയത് 9,365 കോടി രൂപയാണെങ്കിൽ തൊട്ടടുത്ത വർഷം വർധന എത്രയാ? 646 കോടി രൂപയുടെ വർധന. പിന്നെ ഈ ഗവൺമെൻറ് അല്ലേ 73 ബിയർ ആൻഡ് വൈൻ പാർലറുകൾ ഉണ്ടാക്കിയത്? ഇവരിതൊക്കെ പറയുക, എന്നിട്ട് ഞങ്ങൾ മദ്യത്തിൻ്റെ ചാമ്പ്യന്മാരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ മദ്യനിരോധനം എവിടെയെങ്കിലും ഫലപ്രദമായിട്ടുണ്ടോ? അത് ചർച്ചയുടെ 2ാം ഘട്ടമായിരിക്കും. 1920 ജനുവരി 26 എവിടെ മദ്യം നിരോധിച്ചു? ജനുവരി 16 അമേരിക്കയിൽ. എന്തായി? അവിടെ ഒരു തരത്തിലും പ്രായോഗികമല്ല എന്ന് കണ്ട് ആ നിരോധനം നീക്കിയാലുണ്ടായത്. ശ്രീ പി. എം. മനോജ്, നമുക്ക് അതിലേക്ക് വരാം. ആ വിഷയം വിശദമായി ഒരു പക്ഷേ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുമായിരിക്കും. ഞാൻ ഷുക്കൂർ, താങ്കൾക്ക് ഇതിനകത്ത് മറുപടി പറയാനുണ്ടാകും. അതിനു മുമ്പ് വളരെ വേഗത്തിൽ അഡ്വക്കേറ്റ് ചാർലി പോളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ ചാർലി പോൾ, എന്നാണ് KCBCക്ക് ഈ മദ്യ നയം ശരിയല്ല എന്ന് തോന്നി തുടങ്ങിയത്? കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് നടന്ന പല പത്രസമ്മേളനങ്ങളിലടക്കം KCBCയുടെ മദ്യവിരുദ്ധ സമിതിയും അനുബന്ധ സംഘടനകളും ഒക്കെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ വോട്ട് ചെയ്യുമ്പോൾ മദ്യനയം ഒരു പ്രധാന ഘടകമായിരിക്കണം, വ്യക്തമായ നയമുള്ള പാർട്ടികൾക്ക്, മുന്നണികൾക്ക് ഈ വിഷയത്തിൽ വോട്ട് ചെയ്യാവൂ, വികസന പ്രവർത്തനങ്ങളോടൊപ്പം ഇതും വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഘടകമായിരിക്കണമെന്ന് പ്രസംഗിച്ചിരുന്നു മദ്യവിരുദ്ധ സമിതി KCBCയുടെ നേതൃത്വത്തിൽ. താങ്കളൊക്കെ അത്തരം സമരങ്ങളിലും ഉപവാസങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ളതാണല്ലോ. ഇന്നിപ്പോൾ ലേറ്റി വോയിസിൻ്റെ ഒരു ലേഖനത്തെ പറ്റിയാണ് ശ്രീ പി. എം. മനോജ് പറഞ്ഞത്. ലേറ്റി വോയിസ് നമുക്കറിയാം കത്തോലിക്കരുടെ അൽമായ വിഭാഗങ്ങളുടെ ഒരു മുഖപ്രസംഗമാണ്. സഭയ്ക്ക് അതിനെ തള്ളിപ്പറയാൻ കഴിയുകയുമില്ല. എന്നാണ് ഈ നയം പോരാ എന്ന് സഭയ്ക്കോ അല്ലെങ്കിൽ മദ്യവിരുദ്ധ സമിതിക്കോ തോന്നി തുടങ്ങിയത്? മദ്യവിരുദ്ധ സമിതി എന്നും ഒരു നയം തന്നെ പറയുന്നത്. മദ്യവർജനം എന്ന് പറയുന്ന ഒരു നയം അതെങ്ങനെ ഒരു നയമാകും? മദ്യം വർജിക്കേണ്ടത് ഓരോ വ്യക്തിയും എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. അതിന് സർക്കാരിനോ രാഷ്ട്രീയ പാർട്ടിക്കോ ഒന്നും ചെയ്യാനില്ല. മദ്യം നിയന്ത്രിക്കാനും നിരോധിക്കാനുമാണ് ഭരണഘടനാനുസൃതമായി ഉണ്ടാകുന്ന ഗവൺമെന്റിന് കഴിയുക. അപ്പോൾ മദ്യം നിരോധിക്കാനും നിയന്ത്രിക്കാനും തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനം. വർജിക്കാനായിട്ട് ഈ രാജ്യത്തെ എല്ലാ മതപുരോഹിതന്മാരും സമുദായ പരിഷ്കർത്താക്കളും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് നയമായി കാണാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് മദ്യത്തെ നിരോധിക്കാനും നിയന്ത്രിക്കാനും സമ്പൂർണ്ണ മദ്യത്തിലേക്ക് ഘട്ടം ഘട്ടമായി വന്നാൽ മതി. അപ്പോൾ മദ്യത്തെ നിയന്ത്രിക്കാനും നിരോധിക്കാനും തയ്യാറാകുന്നവർക്കുടെ ഒപ്പമേ ജനം നിൽക്കുള്ളൂ. ഇപ്പൊ ബീഹാറിലെ സ്ഥിതി എടുക്കുക. നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, സമ്പൂർണ്ണ മദ്യ നിരോധനമാണ് ഞങ്ങളുടെ നയം. ആ ജനം നിതീഷ് കുമാറിന്റെ മതേതര മുന്നണിയെ അധികാരത്തിലെത്തിച്ചു. അപ്പോൾ ചാരായം മാത്രമാണ് അവർ നിരോധിച്ചോളൂ. വീണ്ടും ജനത്തിന്റെ പ്രതിഷേധം ശക്തമായ ഇന്നലെ നിതീഷ് കുമാർ ഗവൺമെന്റ് സമ്പൂർണ്ണ മദ്യനിരോധനം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു. അത് ബീഹാറിൽ മാത്രമല്ല, ഗുജറാത്തിലും മിസോറാമിലും നാഗാലാൻഡിലും ഒക്കെ മദ്യനിരോധനമുണ്ട്. അവിടെയൊക്കെ പരാജയമാണെന്ന് ആരൊക്കെ പറഞ്ഞത്? ഇനി കേരളത്തിലെടുത്ത് നോക്കൂ. ചാരായം 1996 ഏപ്രിൽ മാസം 1-ാം തീയതി നിരോധിച്ചു. അത് അട്ടിമറിക്കപ്പെട്ടില്ലല്ലോ. അട്ടിമറിക്കപ്പെടുന്ന സുവിശേഷം ഉണ്ടായെങ്കിലും അത് പുനഃസ്ഥാപിക്കാൻ ഒരു ഗവൺമെന്റിനും സാധിച്ചില്ല. ഇടതെന്നല്ല വലതിനും സാധിച്ചില്ല. ഇനി രണ്ടാമെടുക്കുക, ഈ ബാറുകളുടെ നിരോധനം ഈ രാജ്യത്ത് നടപ്പിലായി. ബാറ് നിരോധിച്ചപ്പോഴും പറഞ്ഞു ഇവിടെ അനധികൃത മദ്യം ഒഴുകും, മദ്യ ദുരന്തങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ കാലഘട്ടം എടുത്തു നോക്കുക. ആ കാലഘട്ടത്തിൽ ഒരിടത്ത് പോലും ഈ മദ്യത്തിന്റെ ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല. മാത്രവുമല്ല,
ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും മധ്യവർത്തി പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്ന് ഈ വലിയ വിപത്തിനെതിരെ നേരിടേണ്ട ഭാഗമായി 24% കേരള ചരിത്രത്തിൽ ആദ്യമായി മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞതായി കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ മദ്യനിരോധനത്തിന് അനുകൂലമായ ഒരു പശ്ചാത്തലമാണ് ഉരുത്തിരി വന്നിട്ടുള്ളത്. മാത്രവുമല്ല, നമ്മളൊരു നയം ആവിഷ്കരിക്കുമ്പോൾ മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആവിഷ്കരിക്കുന്ന നയം ആ പാവപ്പെട്ടവനെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് വേണം നയം പ്രഖ്യാപിക്കാൻ. ഈ ഏതാനും പറഞ്ഞ ബാർ മുതലാളിമാർക്ക് വേണ്ടിയാണ് നയം ഉണ്ടാക്കേണ്ടത്, പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് നയം ഉണ്ടാക്കേണ്ടതെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശ്രീ ഷുക്കൂർ, ഇക്കാര്യത്തിൽ നേരത്തെ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണം 96-ലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് UDF പ്രചരിപ്പിച്ചത് ഇടതുമുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ചാരായ നിരോധനം റദ്ദാക്കും, സുലഭമായി മദ്യം ഒഴുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കും. ഇതായിരുന്നുവല്ലോ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യനിരോധനത്തിന് അനുകൂലമായി ഒരു വോട്ട് ചെയ്യൂ എന്നായിരുന്നു അന്ന് AK ആന്റണി ജനങ്ങളോട് പറഞ്ഞത്. ഇപ്പോഴും പറയുന്നു ഈ സർക്കാർ LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അടച്ചിട്ട ബാറുകളൊക്കെ തുറക്കും, അതിനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന്. അതിന് മറുപടി ഇടതുമുന്നണി പറയുന്നത്, ഞങ്ങൾ 96-ൽ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ശേഷം അന്ന് നായനാർ മുഖ്യമന്ത്രിയായി മദ്യനിരോധനം പിൻവലിച്ചില്ലല്ലോ എന്നാണ് ഇടതു നേതാക്കൾ പറയുന്നത്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ലഭിക്കുന്ന മദ്യത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും കുറച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടതുമുന്നണി ആഗ്രഹിക്കുന്നത്. അതായിരിക്കും അക്കാര്യത്തിൽ സർക്കാരിൻ്റെ നയമെന്ന്. അത് മുഖവിലക്കെടുത്തുകൂടെ? പാർട്ടി സെക്രട്ടറിയാണ്, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. അത് മുഖവിലക്കെടുത്തുകൂടെ? CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്തായിരുന്നുവെന്നും അവർ ഈ അടുത്ത കാലത്തായി മദ്യരാജാക്കന്മാരായ ബാറുടമകളുമായി ഉണ്ടായ കൂടിക്കാഴ്ചകളും ഗൂഢാലോചനകളും എവിടം വരെയാണെന്നും അവരിപ്പോൾ മിണ്ടാതിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന 730 ബാറുകൾ തുറന്നു കൊടുക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നതെന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മനോജ് ഇവിടെ പറയുന്നത് കേട്ട് ഞങ്ങൾ മദ്യനയം മാത്രം എടുത്തുകൊണ്ട് ഇപ്പൊ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന്. ഞങ്ങൾ 5 വർഷക്കാലത്തെ ഈ നാടിനുണ്ടായ സാമൂഹ്യ മാറ്റം, പഞ്ചായത്തുകളിൽ, ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ പ്രാദേശികമായുണ്ടായ വികസനം, ഇത് ചൂണ്ടിക്കാണിച്ചോട്ട് ചോദിക്കുന്നതിനോടൊപ്പം ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ മാറ്റം നമ്മുടെ നാടിനുണ്ടായിരിക്കുന്നു. അത് തുടരാൻ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് കൊണ്ടുവരണം. ഇവിടെ അദ്ദേഹം ഒരു പത്രമെടുത്ത് കാണിച്ചു. ഞാൻ ആലഞ്ചേരി പിതാവിന്റെ കാർമ്മികത്വത്തിലുള്ള പത്രത്തിന് എതിരല്ല, പക്ഷെ അവരാഗ്രഹിക്കുന്നത് നടക്കണം. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ബീഹാറിൽ നടന്നതുപോലെ സമ്പൂർണ്ണ മദ്യനിരോധനം ഉണ്ടാകണം. അതിലേക്ക് പോകുന്ന ഒരു നിലപാടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 730 ബാറുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് മറ്റൊരു രോദനം. CPM-ഉം CPI-യും പറഞ്ഞു, അയ്യോ തൊഴിലാളികൾക്കെല്ലാം പട്ടിണിയായി, പട്ടിണി വന്നാൽ എന്തു ചെയ്യും? മദ്യനിരോധനത്തിൽ പട്ടിണിയിൽ കഴിയുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കാർക്കും കഴിയുന്നില്ല, ഈ ഗവൺമെന്റ് തെറ്റാണ് ചെയ്തത്. അപ്പോൾ പകരം ഒരു സംവിധാനം സോഫ്റ്റ് ലിക്വർ അവിടെ കൊടുത്താൽ എന്താ? യെസ്, അങ്ങനെയാകട്ടെ. ബാറുകൾ അടച്ചുപൂട്ടിയ സ്ഥലത്ത് തൊഴിലാളികളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ ഗവൺമെന്റ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനമാണ് ഗവൺമെന്റിന്റെ ഭാഗമായി. അത് UDF അവിടെ അത്തരത്തിൽ വീര്യം കുറഞ്ഞതിലേക്ക് വന്നു. അതും ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ ഭാഗമല്ലേ? എന്നാൽ ഘട്ടം ഘട്ടമായി പൂർണ്ണമായ മദ്യനിരോധനത്തിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശ്രീ A. ഷുക്കൂർ, ഇക്കാര്യത്തിൽ PM മനോജിന് എന്തോ താങ്കളോട് ചോദിക്കാനുണ്ട്. ശ്രീ മനോജ്, താങ്കൾ എന്തായിരുന്നു ഷുക്കൂറിനോട് ചോദിച്ചത്? ഈ മനോജിന് കൊടുക്കുന്ന പോലെ എനിക്ക് ബാറുകളെ മാറ്റി ബിയർ ആൻഡ് വൈൻ പാർലറുകളാക്കിയതും അത് LDF-ന്റെ ചെലവിലാണ്, ഞങ്ങൾ പറഞ്ഞിട്ടാണ് എന്നാണ് ശ്രീ ഷുക്കൂർ പറഞ്ഞത്. അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു രേഖ ഇവിടെ കൊണ്ടുവരണം. അല്ലാതെ വെറുതെ അങ്ങ് പറഞ്ഞു പോയിട്ട് അല്ലല്ല. നിങ്ങളിപ്പോ പറഞ്ഞത്
ശ്രീ ശുക്കൂർ, നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗം ഞങ്ങൾ എടുത്തതാണ്. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നത് കാശടിച്ചു അതൊരു പോകുന്ന ഒരു സാമൂഹ്യ ഭാഗം പോട്ടെ. പ്രശ്നമാണ്. അഴിമതി നടത്തുന്നവർ നടക്കട്ടെ. നിങ്ങൾ ഈ കള്ളം പറയുന്നത് ഏതാണ് മിസ്റ്റർ ശുക്കൂർ? ഇല്ലല്ലേ മനോജാണ് ഈ നാട്ടിൽ ഒരു വികസനം ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. മനോജാണ് ഈ നാട്ടിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്ന് പറഞ്ഞത്. രാജ്യത്തിന്റെ വളർച്ചയുടെ അപ്പുറത്ത് കേരള സംസ്ഥാനത്തിന്റെ വളർച്ചയുണ്ടായ കാലഘട്ടമാണിത്. കേരളമാണ് മാതൃക ഇന്ന്. വരട്ടെ. ശ്രീ ശുക്കൂർ, ഇക്കാര്യത്തിൽ മദ്യനയം സംബന്ധിച്ച് മദ്യത്തെ പറ്റി പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് ഈ ബാറുമായി ബന്ധപ്പെട്ട കോഴയും അതിൽ ആരോപണം നേരിട്ട മന്ത്രിമാരുടെ കാര്യവും അതിൽ കെ എം മാണിയുടെയും കെ ബാബുവിൻ്റെയും ഒക്കെ പേരും ഒക്കെ പറഞ്ഞ് ആ നിലയിലേക്ക് കൂടി ഈ വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവില്ലേ? അപ്പോൾ അതിനും മറുപടി പറഞ്ഞു പോകേണ്ടി വരില്ലേ? ബാർ എന്ന് പറയുമ്പോൾ മദ്യനയത്തെ തുടർന്നുണ്ടായതാണല്ലോ ഈ കോഴ ആരോപണങ്ങളും. പിന്നീട് ഒരു മന്ത്രിക്ക്, കെ എം മാണിക്ക്, മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തനായ ഒരു മന്ത്രിക്ക് കോടതി പരാമർശത്തെ തുടർന്ന് പുറത്തു പോകേണ്ടി വന്ന സംഭവമൊക്കെ, അതൊക്കെ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പോവില്ലേ? ആ നിലയ്ക്ക് കൂടി പ്രതിരോധം തീർത്തിട്ടായിരിക്കുമോ ഈ മദ്യനയം എന്ന വിഷയം തെരഞ്ഞെടുപ്പ് ഗോതയിൽ UDF പയറ്റാൻ ഒരുങ്ങുന്നത്? വിജയകുമാറെ, മദ്യനയം പ്രഖ്യാപിതമാണ്. അത് കോടതി പോലും അംഗീകരിച്ചതാണ്. സുപ്രീം കോടതി പോലും എടുത്തു പറഞ്ഞു. അതിന്മേൽ അത് സംബന്ധിച്ച് ഏതെല്ലാം കുപ്രചരണമോ നുണപ്രചരണമോ കെട്ടുകഥകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആരോപണങ്ങളോ കൊണ്ടുവരുന്നവർ വരട്ടെ. അതിനെ നേരിടാനുള്ള കരുത്ത് ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. ഒരു സംശയം വേണ്ട. ഏതെല്ലാം ബാറ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇവർ പറയുന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ, ഈ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു തർക്കവും ഇല്ല, തയ്യാറാണ്. അപ്പോ ഈ മദ്യനയത്തിന്റെ ഗുണം ഈ സമൂഹത്തിന് കിട്ടിയോ ഇല്ലയോ എന്ന് സമൂഹം പറയട്ടെ, അവർ പ്രതികരിക്കട്ടെ, തെരഞ്ഞെടുപ്പിലും പ്രതികരിക്കട്ടെ. ഒപ്പം ഈ 5 വർഷക്കാലം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എന്ത് എന്ന് തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടട്ടെ. ഇത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. മദ്യനയം ആ നിലയ്ക്ക് പ്രത്യേകം ചർച്ച ചെയ്യപ്പെടട്ടെ എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ ബിനോയ്, കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു വന്ന ആരോപണങ്ങൾ, ബാർ കോഴ ആയിക്കോട്ടെ, സോളാർ ആയിക്കൊള്ളട്ടെ, അതിലൊക്കെ ബാർ ഉടമകൾക്ക് പങ്കുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ സരിത ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കു പിന്നിൽ ബാർ ഹോട്ടൽ അസോസിയേഷനിലെ ഒരു വിഭാഗം നേതാക്കൾ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ UDF ഇന്ന് KPCC പ്രസിഡന്റ് പറയുന്നത് UDFനെ ദുർബലപ്പെടുത്താൻ ബാർ ഉടമകൾ ഇടതുമുന്നണിയുമായി ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിനെ, ഈ മുന്നണിയെ ദുർബലപ്പെടുത്തി പുതിയ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അടച്ചിട്ട ബാറുകളൊക്കെ തുറക്കാം എന്ന്. താങ്കൾ ഈ ഒരു വിഭാഗത്തിൽ, ബാർ ഉടമകളുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയാണല്ലോ. ഇടതുമുന്നണി ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് ആയ ഒരു ഉറപ്പോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കുള്ള സ്പേസോ ഈ വിഷയത്തിൽ ഒരുക്കി തന്നിട്ടുണ്ടോ ഇതുവരെയും? ഒരിക്കലുമില്ല വിജയകുമാറേ. അതായത് ഈ ഗവൺമെൻറ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന UDF സർക്കാർ ഒരു മദ്യനയം കൊണ്ടുവന്നു കേരളത്തിൽ. ഈ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ഞാനോ അല്ലെങ്കിൽ വിജയകുമാറിനോ ഇതുപോലെ ഇത് കണ്ടുകൊണ്ടിരുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിനോ ആർക്കോ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ആരും പറഞ്ഞില്ലല്ലോ, കഴിഞ്ഞ വർഷം 2015 ജനുവരിയിൽ NDPS കേസ് എന്ന് പറഞ്ഞാൽ, അതായത് മയക്കുമരുന്നുകളെ സംബന്ധിച്ചിടത്തോളമുള്ള കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തതിലും 1730% വർധനമാണ് ഈ വർഷം ജനുവരി മാസത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നാ? ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് ഈ നയം നല്ലതാണോ ചള്ളാണോ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവർക്കിടെ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം തമ്മിലുള്ള ഈ ഒരു വഴക്കിൽ ഞങ്ങൾ ഭാഗവാക്കാകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങൾ ഈ വരുന്ന ഗവൺമെൻറ് ആരായാലും ഈ നയം, ഈ വികലമായ മദ്യനയം തിരുത്തേണ്ടി വരും എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഒന്ന്. പിന്നെ ബീഹാറിലെ കാര്യം പറഞ്ഞു. ബീഹാറിലൊക്കെ ഇതേപോലെ തന്നെ മദ്യനയം മുൻപിൽ പറഞ്ഞാണ് ഇലക്ഷനെ നേരിട്ടത്. ആ ഇലക്ഷനെ നേരിട്ടതിന് ശേഷം അതിനകത്ത് മാറ്റം വന്നേ പറ്റൂ എന്ന് പ്രഖ്യാപിച്ച ആളുകളിന് തന്നെ ബോധ്യപ്പെട്ടിട്ടാണ് അത് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചേ. എന്നിട്ട് അതിൽ അങ്ങനെ പറ്റില്ല, ആദ്യം തന്നെ ഇങ്ങനെ ആയതുകൊണ്ടാണ് അദ്ദേഹം അത് വീണ്ടും ഇംപ്ലിമെൻ്റ് ചെയ്തത്.
ഏതൊക്കെ സംസ്ഥാനത്ത് മദ്യനിരോധനം നടത്തി അതെല്ലാം പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഇതിനു മുമ്പ് ബിനോയ്, അതല്ല പ്രശ്നം. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ ഒരു യോഗം കൊച്ചിയിൽ നടന്നുവല്ലോ. ആ യോഗത്തിന് ശേഷം അസോസിയേഷന്റെ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുമെന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആരാണ് നിങ്ങളെ സഹായിക്കുക? ഇപ്പോഴത്തെ നിലയിൽ ഈ അടച്ചിട്ട ബാറുകളിൽ ഏതെങ്കിലുമൊക്കെ കുറച്ചെണ്ണമെങ്കിലും 5 സ്റ്റാർ അല്ലെങ്കിൽ അതിന് തൊട്ട് 4 സ്റ്റാർ എന്ന നിലയിൽ അത്തരം ബാറുകളെങ്കിലും തുറന്നു തരാം എന്നൊരു ഉറപ്പ് ലഭിച്ചോ എന്ന് സംശയിക്കാവുന്ന തരത്തിലായിരുന്നു രാജ്കുമാർ ഉണ്ണിയുടെ പ്രതികരണം. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ ഇടതുമുന്നണിയുമായി ഒരു ചർച്ച. നിങ്ങൾ പറയുന്ന ഒരു വ്യവസായത്തിന് പണം മുടക്കിയവരാണ്, സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ട് ഞങ്ങളുടെ ബാറുകളുടെ അപ്ഗ്രഡേഷൻ നടത്തി, അത് പലതും 4 സ്റ്റാറും 5 സ്റ്റാറും ഒക്കെ ആക്കി. പക്ഷേ അപ്പോഴും ഈ പ്രതിസന്ധി ഉണ്ടായി. ആ ഒരു നിലയ്ക്ക് ഒരു വ്യവസായികൾ എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ വരാനിരിക്കുന്ന സർക്കാരിനോട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഏതെങ്കിലുമൊക്കെ മുന്നണികളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായോ ആ നിലയ്ക്ക് ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതിൻ്റെ ഒരു മറുപടി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും 1 വർഷം 2 വർഷത്തിനുള്ളിൽ ഈ കേരളത്തിൻ്റെ ഘടനയും ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരവും ഇവിടുത്തെ സംസ്കാരവും അനുസരിച്ച് ഈ മദ്യത്തിൻ്റെ ഇപ്പോഴുണ്ടായ നയത്തിൽ മാറ്റം വരും എന്നുള്ള ഉറച്ച വിശ്വാസക്കാരാണ്. പിന്നെ എന്തിനാണ് ഞങ്ങൾ വേറൊരു ഗവൺമെൻറ്റിനെ താങ്ങുന്നത്? ഇത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഞങ്ങളുടെ നയം ഇത് തന്നെയാണ്. അല്ലാണ്ട് ഇനി LDF സഹായിക്കും അല്ലെങ്കിൽ UDF സഹായിക്കും ഇങ്ങനെയൊന്നുമില്ല. ഇത് പഠിച്ച് ഇതിൻ്റെ പഠനങ്ങൾ കൊണ്ട് ഇത് ഇവിടുത്തെ കേരളത്തിൽ, അതായത് ഞാൻ ബീഹാറിലെ കാര്യം പറയുന്നില്ല, മറ്റു സംസ്ഥാനത്തെ കാര്യം പറയുന്നില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബീഹാറിലൊന്നും പോയി അല്ലല്ലോ ജോലി ചെയ്യുന്നത്, ബീഹാറികൾ ഇവിടെ വന്നല്ലേ ജോലി ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്നാ? ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മികച്ചതായതുകൊണ്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. നമ്മളെവിടെ പോയി ജോലി ചെയ്യുന്നു? നമ്മൾ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ ഘടന എന്നാ നമുക്ക് മനസ്സിലാവും. അവിടെ ഒരിടത്തും നിരോധനവും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. ഇവിടെ നമ്മൾ താഴേക്കല്ലല്ലോ പോകുന്നത്, നമ്മൾ മുകളിലേക്കാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു നിലയനുസരിച്ച് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഇത് മാറ്റം വന്നേ പറ്റൂ. അത് മാറ്റം പയ്യെ മതി. ഞങ്ങൾക്കിപ്പോൾ നാളെ തന്നെ ഇത് തീരുമാനം ഉണ്ടായി, ഉടനെ ഗവൺമെൻറ് ഒന്ന് മാറി തീരുമാനം ഉണ്ടായി ഇത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ആരും കാത്തിരിക്കുകയല്ല. ഞങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും 90% ആളുകളെന്ന് ഇപ്പോൾ പറയാം. നേരത്തെ ഒരു ചർച്ച ഞാൻ പറഞ്ഞു 70% ആളുകൾ മറ്റ് ബിസിനസ്സുമാക്കിയായിട്ട് മാറി. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും 90% ആളുകളും ഈ ഇപ്പോഴുള്ള ഈ സംവിധാനമായിട്ട് പോകുന്നു. കാരണം ബീർ ആൻഡ് വൈൻ ഒരിക്കലുമില്ല, അതിനകത്ത് യാതൊരു സംശയമാണ്. ഇതൊക്കെ ഇവരുടെ രാഷ്ട്രീയ നാടകങ്ങളാണ്. ഇതിനൊന്നും ഞങ്ങൾ നിന്നു കൊടുക്കാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് താല്പര്യവുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ചർച്ചയ്ക്കാണെങ്കിൽ ഇതേപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതൊക്കെ രാഷ്ട്രീയ വടംവലിയാണ്, ഇതിനൊന്നും ഞങ്ങൾ തയ്യാറല്ല ഒരു മറുപടി പറയാൻ. ശ്രീ PM മനോജ്, ഇക്കാര്യത്തിൽ ഇടതുമുന്നണിക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടോ എന്ന് ആദ്യം മുതൽ സംശയമുണ്ടായിരുന്നു. കാരണം പല ഘട്ടങ്ങളിലായി പലപ്പോഴും മുഖ്യമന്ത്രി ഇടതു നേതാക്കളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്, VM സുധീരനുമുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ CPIഎമ്മിൻ്റെ നയം, ഇടതുമുന്നണിയുടെ നയം? ഇന്നലെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ സംബന്ധിച്ച ചർച്ചകളിൽ മദ്യവർജനമായിരിക്കും ഈ ഇടതുമുന്നണിയുടെ നയം എന്ന് വ്യക്തമാക്കുകയുണ്ടായി. അതൊരു നയം എന്ന നിലയിൽ നടപ്പാക്കാൻ കഴിയുമോ? ബോധവൽക്കരണത്തിലൂടെ മദ്യവർജനം സാധ്യമാകും എന്നതാണ് ഈ കാര്യത്തിൽ CPIഎം അല്ലെങ്കിൽ ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അതൊരു മദ്യവർജനം ഒരു നയം എന്ന നിലയിൽ സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഓരോ വർഷത്തെയും ലിക്കർ പോളിസി അതാത് വർഷങ്ങളിൽ തീരുമാനിക്കുന്ന ഒരു സർക്കാർ നയമാണ്. ആ നിലയിൽ ഒരു നയം ഇടതുമുന്നണിക്ക് ഉണ്ടാകുമോ? ഒരാശയക്കുഴപ്പവുമില്ല വിജയകുമാറെ, ഒരു സംശയവും വേണ്ട. LDF ഗവൺമെൻറ് വന്നാൽ KCBCയുടെ വക്താവും ഞാനും, ഷുക്കൂറിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹവും ഈ നാട്ടിലെ മദ്യവർജനത്തിനും മദ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലും ഞങ്ങൾ മുന്നിലുണ്ടാവും, ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും. മദ്യത്തെ സമൂഹത്തിൻ്റെ വിപത്തായി മാറിയ മദ്യത്തെ അകറ്റി നിർത്താനും അതിൻ്റെ ലഭ്യത കുറയ്ക്കാനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും KCBC വക്താവിനോടും അതുപോലെ പ്രഖ്യാപിത മദ്യവിരോധിയായ ശ്രീ ഷുക്കൂറിനോടും ഒപ്പം ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വരിക. 1. 2, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തതയുമില്ല. അത് മദ്യത്തിൻ്റെ ലഭ്യത കുറച്ച് കൊണ്ടുവരിക, മദ്യം ജനങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് കൊണ്ടുവരിക, അങ്ങനെ ജനങ്ങളെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തും. അതാണ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ സഖാവ് പിണറായി പറഞ്ഞതും ഇന്നലെ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് വന്ന വാർത്തകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഇതുപോലുള്ള കാപട്യമല്ല.
ഈ ലത്തീൻ കത്തോലിക്ക സഭ പറയുന്നത് പോലെ, അവരുടെ മുഖപത്രം പറയുന്നത് പോലെ, ജനങ്ങളെ മദ്യത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കലല്ല, അഴിമതി പണത്തിൻ്റെ വീതം വെക്കലിൽ രൂപപ്പെട്ട അഭിപ്രായ ഭിന്നതയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനിരോധനത്തിൻ്റെ പിന്നാമ്പുറം എന്ന് വളരെ കൃത്യമായി ഈ ലൈറ്റ് വോയിസിൽ എഴുതി വച്ചിട്ടുണ്ട്. അതായിരിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം. മറിച്ച് ഈ നാട്ടിൽ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഉപഭോഗം ശ്രീ ബിനോയ് പറഞ്ഞതല്ല, അതിനേക്കാൾ രൂക്ഷമാണ് സംഭവം. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 2014 970 കേസാണ് കേരളത്തിൽ പിടിച്ചതെങ്കിൽ തൊട്ടടുത്ത വർഷം അത് 4527 കേസായി മാറി. 5 ഇരട്ടി വർധന. ഇപ്പം നോക്കൂ, ഞാൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡിയോയിലായിരിക്കുന്നത്. താഴെ ഇറങ്ങിയാൽ SL തിയേറ്ററിൻ്റെ അടുത്ത്, അതിനപ്പുറം മോഡൽ സ്കൂളിൻ്റെ അടുത്ത്, അതുപോലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ആവശ്യത്തിലധികം കഞ്ചാവ് കിട്ടും. പരസ്യമായ വിൽപ്പനയാണ്. മയക്കുമരുന്നിൻ്റെ വിൽപ്പനയും ഉപഭോഗവും എല്ലാ കാലത്തേക്കാൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത്. പിന്നെയോ മദ്യത്തിൻ്റെ ലഭ്യത. നേരത്തെ ഇവർ പറഞ്ഞല്ലോ വലിയ കാര്യത്തിൽ 730 738 ബിയർ ആൻഡ് വൈൻ പാർലറുകളാക്കിയിരുന്നു. ഇപ്പം എന്താ അവിടെ സ്ഥിതി? അവിടെ ചെന്നാൽ ഒരു കുപ്പി ബിയറും അത് കഴിഞ്ഞ് ഒരു 2 ഔൺസ് വൈനും വാങ്ങിയാൽ നേരത്തെ ഒരു പകുതി, ഒരു ഹാഫ് വാങ്ങി അടിച്ചതിനേക്കാൾ ഫിറ്റാവുന്നു. എന്താ? വ്യാജ ബിയർ ഒഴുകുന്നു. അതുപോലെ പുതിയ കോമ്പിനേഷനുകൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം കുറേ മരുന്നുകൾ നിരോധിച്ച കണ്ടില്ലേ? അപകടകരമായ കോമ്പിനേഷനുകളിലേക്ക്, അപകടകരമായ ലഹരി ഉപഭോഗത്തിലേക്ക് സമൂഹം പോകുന്നു. അതിനെതിരായിട്ട് ബോധവൽക്കരണം വേണ്ടേ? അതിനെതിരായിട്ട് പ്രവർത്തനം വേണ്ടേ? ഇത് 4 വോട്ട് കിട്ടാൻ മദ്യത്തിൻ്റെ പേര് പറഞ്ഞു. നിങ്ങൾ കുറേ കാലമായല്ലോ ഈ നിരോധനത്തിൻ്റെ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു കുടുംബം ഈ മദ്യത്തിൻ്റെ വിപത്തിൽ നിന്ന് ഈ നയത്തിൻ്റെ ഭാഗമായി മോചിതമായി എന്ന് പറയാൻ കഴിയുമോ? എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ബാർ അടച്ചിട്ട് ചിലപ്പോൾ ഇതിൻ്റെ അളവ് കുറയുമായിരിക്കും, പക്ഷേ വീടുകളിൽ നിന്ന് ഉപഭോഗമില്ല എന്ന് പറയാൻ കഴിയുമോ? ശ്രീ എ ഷുക്കൂർ, അതാണ് AK ആന്റണി കേരളത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞത് വീടുകൾ ഇപ്പോൾ ബാറുകളായി മാറുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ്. ഇപ്പോൾ ശ്രീ PM മനോജ് പറഞ്ഞതുപോലെയുള്ള കണക്കുകൾ ഒരുപക്ഷെ താങ്കൾക്കും പറയാനുണ്ടാകും. ഏതാണ്ട് 24.87% മദ്യ ഉപഭോഗം കേരളത്തിൽ കുറഞ്ഞു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന കണക്ക്. അതുപോലെ മദ്യവുമായി ബന്ധപ്പെട്ടുണ്ടായ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള റോഡ് അപകടങ്ങളും കുറഞ്ഞു എന്ന ഒരു കണക്കും ഇക്കാര്യത്തിൽ മറുവാദമായി താങ്കൾക്ക് പറയാനുണ്ടാവും. പക്ഷേ അപ്പോഴും ഈ വീടുകൾ മദ്യശാലകളായി മാറുന്നു എന്ന് കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രമുഖനായ നേതാവ് ശ്രീ AK ആന്റണി ഉന്നയിച്ച കാമ്പുള്ള വിമർശനത്തിനും ഒപ്പം ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപഭോഗം വർദ്ധിച്ചു എന്ന കണക്കുകളോടും പ്രതികരിക്കാതെ മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ലല്ലോ. വിജയകുമാറെ, ഈ മനോജ് ഈ ഞങ്ങളൊക്കെ ഈ കണക്ക് ഔദ്യോഗികമായ കണക്ക് വിജയകുമാർ പറഞ്ഞത് എത്രയോ ആവർത്തി പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മദ്യ ഉപഭോഗം ഇതുപോലെ കുറഞ്ഞ ഒരു കാലഘട്ടം വേറെയില്ല. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ വസ്തുക്കൾ പിടിക്കുന്നു. ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ പിടിച്ചത് കഞ്ചാവ് ഉൾപ്പെടെ, മയക്കുമരുന്ന് ഉൾപ്പെടെ, ആംബ്യൂൾ ഉൾപ്പെടെ കോളേജ് ക്യാമ്പസുകളിൽ നിന്നാണ് ഇത് വിതരണം ചെയ്യാൻ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ നടപടി? ഒരു പദ്ധതി തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു. ക്ലീൻ ആൻഡ് സേഫ് ക്യാമ്പസ്. ലഹരി വസ്തുക്കളുടെ ഉപഭോഗം കുറയ്ക്കാൻ ഒരു നല്ല നടപടി. അതിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളെക്കാൾ കൂടുതൽ പിടിക്കപ്പെടുന്നു, ജയിലിലാകുന്നു, അവർക്ക് കനത്ത ശിക്ഷ കൊടുക്കുന്നു. ഒരു നല്ല നടപടി. അതവിടെ ഇരിക്കട്ടെ. ഈ ബാറുടമകളും മദ്യനയം തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചവറയിലെ സ്ഥാനാർത്ഥി. CPM LDFന്റെ സ്ഥാനാർത്ഥി വിജയൻ. എന്താണ് ആ സ്ഥാനാർത്ഥി അങ്ങനെ അവിടെ വരാനുണ്ടായ സാഹചര്യം? അതാണ് ഞാൻ പറഞ്ഞത്. വിജയൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ബാറുടമകളുടെ പ്രതിനിധിയാണ്. ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ 730 ബാറുകൾ തുറന്നു കൊടുക്കും. ഇത് അവിശുദ്ധ ബന്ധം, അപ്രഖ്യാപിതമായ ഒരു തീരുമാനം. എന്നാൽ എന്തുകൊണ്ടാണ് ബാറ് തുറക്കുന്നത് സംബന്ധിച്ച് നേരത്തെ കാലേക്കൂട്ടി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒരുമിച്ചൊരു അഭിപ്രായം പറഞ്ഞില്ല? ഇപ്പോൾ വ്യത്യസ്തത്തിലേക്ക് വന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ മദ്യനയത്തിനെ ഞങ്ങൾ എതിർക്കുന്നത് ജനങ്ങൾ ഞങ്ങൾക്കെതിരാകുമെന്ന് കണ്ടപ്പോൾ ഏലേശം വെള്ളം ചേർക്കാൻ തുടങ്ങി. ഇത് ജനങ്ങൾ കണ്ടറിയുന്നു. അതനുസരിച്ച് ജനങ്ങൾ പ്രതികരിക്കും. ഒരു സംശയം വേണ്ട.
ഞങ്ങളുടെ നയം, മദ്യനയം, ഗവൺമെന്റിന്റെ ഭാഗമായി എടുത്ത നയം ജനങ്ങൾ മാത്രമല്ല നീതിന്യായ പീഠങ്ങൾ പോലും അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങൾ അത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, മാതൃകയായിട്ടെടുക്കുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. അത് UDF-ന് ലഭിക്കുന്ന അംഗീകാരമായിരിക്കും. ശ്രീ PM മനോജ്, ആരാണ് ഈ ചവറയിലെ CMB-യുടെ സ്ഥാനാർത്ഥി വിജയൻ പിള്ള എന്ന് പറയുന്ന ആൾ? അദ്ദേഹത്തെ എങ്ങനെയാണ് CMB സ്ഥാനാർത്ഥിയാക്കിയത്? ഇത് കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാർ ഉടമകളും LDF-ഉം തമ്മിൽ ബന്ധപ്പെടുത്തുന്നതിനുള്ള ഒരു കണ്ണിയാണ്, ഒരു പാലമാണ് അദ്ദേഹം എന്നുവരെ ഇപ്പോൾ ആക്ഷേപം ഉയർന്നുണ്ട്. അക്കാര്യത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിജയൻ പിള്ള കുറേ കാലമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് വിജയൻ പിള്ളയെക്കുറിച്ചല്ല, ഈ ബാർ ഉടമകളും UDF-ഉം തമ്മിലുള്ള ബന്ധത്തിൻ്റെ കണ്ണി അടൂർ പ്രകാശാണെന്നാണ് ഞാൻ കേട്ടത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 5 or 6 ബാറുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെയുള്ള ഒരാൾ ഈ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള VM സുധീരൻ തന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി അഥവാ പുറത്താക്കിയാൽ മത്സരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ BJP പോകുമെന്നടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിർബന്ധപൂർവ്വം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആളാണ് ഈ അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശിനില്ലാത്ത ഏതെങ്കിലും ഒരു ബന്ധം വിജയൻ പിള്ളയ്ക്കോ ഷുക്കൂറിനോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഷുക്കൂറിനും സുധീരനൊക്കെ ബാറുമായി ബന്ധമുണ്ട്, ബാറിൻ്റെ പൈസയും വാങ്ങിയിട്ടുണ്ട്, കാറിലും പോയിട്ടുണ്ട്, അതുപോലെ മറ്റ് പല കാര്യങ്ങളും ചെയ്തിട്ട് അത് നാട്ടുകാർ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം കൃത്യമായ ബാർ ഉടമയായിട്ടുള്ള ഒരാൾ 5 വർഷം മന്ത്രിയാവുകയും UDF-നകത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണം വരികയും അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് KPCC പ്രസിഡന്റിനെ ആവശ്യപ്പെടുകയും എന്നിട്ട് മുഖ്യമന്ത്രി നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ ഈ പാർട്ടിയെ നെടുകെ പുലർത്തി ഞാൻ BJP-യോടൊപ്പം പോകും എന്നടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ചെയ്ത അനുഭവം മുമ്പിൽ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ശ്രീ ഷുക്കൂർ ഈ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ നേരത്തെ പ്രവർത്തകരായിരുന്ന വിജയൻ പിള്ളയുടെ പിന്നാലെ പോകുന്നത്? ഈ സ്വന്തം ഈ ഒരു മുറം കൊണ്ട് നടന്നാൽ പോരെ? ശ്രീ ഷുക്കൂർ, അതിനുകൂടി മറുപടി പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിഷയത്തിലേക്ക് വേഗത്തിൽ കിടക്കാം. വേണം. ഏതായാലും VM സുധീരനും ഞങ്ങൾക്കുമൊക്കെ പൊതുസമൂഹം ആലപ്പുഴയിലേതും സംസ്ഥാനത്തത് VM സുധീരൻ്റെയും പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. കടകംപള്ളി സുരേന്ദ്രൻ്റെയോ അതുമായി ബന്ധപ്പെട്ട മണിച്ചനുമായി ബന്ധപ്പെട്ട സഖാക്കളുടെയോ ആലപ്പുഴയിലെ സ്പിരിറ്റ് കച്ചവടക്കാരുടെയോ അതിൽ പിടികൂടപ്പെട്ട നിരവധി ഏരിയ സെക്രട്ടറിമാരുടെയോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെയോ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെയോ ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. മനോജേ, ഒന്ന് അന്വേഷിക്കണം ഇതൊക്കെ സത്യാവസ്ഥ. കടകംപള്ളി സുരേന്ദ്രന് പറ്റിയ അബദ്ധമെന്ന് ഞാൻ പറയില്ല, പറ്റിയ വീഴ്ച നമ്മൾ കണ്ടതാണ്. പൊതുസമൂഹം ഇതൊന്നും മറന്നിട്ടില്ല, ഞങ്ങളെ ഓർമ്മിപ്പിക്കരുത്. ഞങ്ങളൊന്നും മാഫിയ സംസ്കാരത്തിന്റെ ഭാഗമായി പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല മനോജ്. അത് ആലപ്പുഴയിൽ വന്നാൽ എന്നെ കുറിച്ചറിയാം, സുധീറിനെ കുറിച്ചറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ ചെന്നാലും അറിയാം. എടുത്ത നിലപാടുകൾ, എടുക്കുന്ന നടപടികൾ, ഒരു നയത്തിന്മേലുള്ള തീരുമാനം, അതിലെ ദൃഢത, അത് നടപ്പിലാക്കുന്നതിന്റെ ഇച്ഛാശക്തി, ഇതൊക്കെ ഉള്ളവരാണ്. ഒരു സംശയം വേണ്ട. ഇങ്ങനെ മാറി മാറി ആലപ്പുഴയിലെ 2 MLA-മാർ മന്ത്രിമാരായിരുന്നവർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് പോലെയും അല്ല. മാഫിയ, മദ്യ മാഫിയ സംഘങ്ങളുമായുള്ള കൂട്ടുകെട്ടുകൾ പോലെ അല്ല ഞങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നാളുകളിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത്രമാത്രമേ സംബന്ധിച്ച് പറയുന്നുള്ളൂ. എന്തായാലും ഈ മദ്യനയം പൊളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ജനങ്ങൾ അത് നൽകും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. ബിനോയ്, ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എന്ന ആക്ഷേപമാണ് പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ വിജയൻ പിള്ളയുടെ കാര്യം പറഞ്ഞു. വിജയൻ പിള്ളയെ ഇടതുമുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയാക്കിയതിൽ ബാർ ഹോട്ടൽ അസോസിയേഷനോ അതിൻ്റെ നേതാക്കൾക്കോ ഒക്കെ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് വേറൊരു ആക്ഷേപം. താങ്കളെപ്പറ്റി, ബിനോയിയെപ്പറ്റി വ്യക്തിപരമായി ഉന്നയിച്ചത് താങ്കൾ മന്ത്രി K. ബാബുവിൻ്റെ ബിനാമിയാണ് എന്ന് താങ്കളുടെ സഹപ്രവർത്തകൻ തന്നെ ഒരു ഘട്ടത്തിൽ ആരോപണം എന്ന നിലയിൽ ഉന്നയിച്ചിരുന്നു. താങ്കൾ അതിനോട് അന്ന് മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ ഈ ഭരണത്തിൽ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾക്കോ ബാർ ഉടമകൾക്കോ ഒക്കെ നിർണായക സ്വാധീനം ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചത് VM സുധീരനാണ് എന്നതാണ് പുറത്ത് ഉണ്ടായ സംഭാഷണം, അല്ലെങ്കിൽ ആ നിലയിലാണ് ആ ചർച്ചകളൊക്കെ നടന്നത്. ഇപ്പോൾ വിജയൻ പിള്ളയുടെ കാര്യം പറയുന്നു. എന്താണ് ഈ 2 ഗവൺമെൻറ്റുകൾ, മാറി മാറി വന്ന ഗവൺമെൻറ്റുകളെ ബാർ ഹോട്ടൽ അസോസിയേഷൻ വലിയ തോതിൽ സ്വാധീനിച്ചിരുന്നു, അവരെ നിയന്ത്രിച്ചിരുന്നു എന്നതാണല്ലോ ഈ ചർച്ചകളുടെയൊക്കെ ആകെ തുകയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഒരിക്കലുമില്ല. പല രംഗത്തുള്ള വ്യവസായികളുമായിട്ട് ഗവൺമെൻറ്റിലുള്ള എല്ലാ മന്ത്രിമാർക്കും ബന്ധങ്ങളൊക്കെ ഉണ്ടാവാം. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇപ്പോൾ വിജയൻ പിള്ളയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു വ്യവസായിയാണ്. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങി. ഇപ്പോൾ ഇവിടെ തന്നെ നികേഷ് കുമാറിൻ്റെ കാര്യം തന്നെ മാധ്യമപ്രവർത്തകനാണ്. അത് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ പോയി. അതുപോലെ തന്നെ അടൂർ പ്രകാശ് ബാർ ഹോട്ടൽ ഉടമയായിരുന്നു. അദ്ദേഹം അത് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ പോയി. കഴിഞ്ഞ 5 വർഷം റവന്യൂ മിനിസ്റ്റർ ആയിരുന്നയാളാണ്. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങൾ ആരോപിക്കാൻ പറ്റും. എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ PM മനോജ് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ കണക്ക് തെറ്റിയതല്ല. എറണാകുളം ജില്ലയിൽ മാത്രം 17 കേസ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 1730 കേസാണ് ഇപ്പം. അപ്പം 1730% വർധനവാണ് ഈ മയക്കുമരുന്ന് ഈ ആംബ്യൂളിൻ്റെയൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ് എറണാകുളം ജില്ലയിൽ മാത്രം. അപ്പോൾ 5% 1730% വർധനവാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊന്നും നമുക്ക് കണ്ണടച്ച് വെറുതെ ഇരുട്ടാക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വ്യാജമദ്യം ഒന്നും ഉണ്ടായില്ല, ഇവിടെ എന്തോ ആനുകൂല്യം സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ 2 യൂണിറ്റാണ്, 2 ഡിസ്റ്റിലറിയാണ് കഴിഞ്ഞ മാസം പിടിച്ചത്. 1000കണക്കിന് ലിറ്റർ സ്പിരിറ്റും അതിന് ഉപയോഗിക്കുന്ന കളറും അതിനുപയോഗിക്കുന്ന സ്റ്റിക്കറും ലേബലും ഒക്കെ ആയിട്ട് എറണാകുളത്തെ എക്സൈസ് വകുപ്പ് പിടിച്ചത് 2 യൂണിറ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ മുമ്പോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങൾ വരേണ്ട സ്ഥിതികൾ വരും. കാരണം ഇവിടുത്തെ ഘടന അങ്ങനെയാണ്, ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം അങ്ങനെയാണ്. താങ്കൾ മുംബൈ പറഞ്ഞു എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് താങ്കൾ പറയുന്നത്. ഏതായാലും ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇപ്പോൾ അടച്ചു കിടക്കുന്ന ബാറുകൾ തുറന്നു കൊടുക്കാമെന്നൊരു ഉറപ്പൊന്നും ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന് പറയുമ്പോൾ ബാറുകൾ തുറക്കുമെന്നതിന് അർത്ഥമില്ല. അങ്ങനെ UDF വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ അത് വെറുതെയാണ്. ഇപ്പോഴുള്ളതിനേക്കാൾ കുറെ കൂടി ശക്തമായി കൂടുതൽ ഒരു തുള്ളി മദ്യം അത് കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ LDF പെരുമാറുക എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. താങ്കൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇതിനൊക്കെ മാറ്റമുണ്ടാകുമെന്നാണ്. UDF വന്നാലും LDF വന്നാലും ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല എന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഉടനടി ഒരു മാറ്റത്തെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തോ ഈ ഗവൺമെൻറ് തുടർഭരണമാണല്ലോ അടുത്ത ഗവൺമെൻറ് കാലത്തോ ഉടനടി ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാലും ഈ കാലാകാലങ്ങളിൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ള നയമായിരിക്കില്ല തുടരേണ്ടത്. ഞങ്ങൾ ഉടനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ വിജയകുമാറിനോട് പറഞ്ഞല്ലോ, ഞങ്ങളാരും ഇപ്പോൾ ഉടനടി ഇവിടെ ഒരു മാറ്റം വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അന്തന്മാരല്ലോ ഞങ്ങൾ ഈ കേരളത്തിലെ സാമൂഹിക കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഏതായാലും ഇപ്പോൾ ഇങ്ങനെ പോയാൽ ഈ രാജ്യം, കേരളം മുഴുവൻ ഒരു ഭ്രാന്താലയമായി മാറും എന്ന് പറഞ്ഞാൽ കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിച്ചാൽ സ്കൂൾ കുട്ടികൾ, കാരണം സ്കൂൾ കുട്ടികൾ ഇപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാര്യം ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് 2 പെഗ് അല്ലെങ്കിൽ ഒരു ബിയർ എന്നൊക്കെയുള്ള രീതിയിൽ. ആ യങ്സ്റ്റേഴ്സ് മുഴുവൻ ഇപ്പോൾ ഈ ലഹരി മരുന്നിന് അടിമയാണ്. അവരാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം ഒരു സംവിധാനത്തിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. പോലീസിനാകട്ടെ എക്സൈസിനാകട്ടെ ഒരു പരാജയമല്ലല്ലോ, അത് പോലീസിംഗ് കാര്യക്ഷമമല്ലാത്തതുകൊണ്ട് സംഭവിക്കും. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല, ഈ കാര്യക്ഷമമാണ്. പോലീസോ കാര്യക്ഷമം ഊതിച്ചാൽ കിട്ടുമോ? എല്ലാ മൂലയ്ക്കും നിന്ന് പോലീസ് ഊതിക്കുന്നുണ്ട്. ആരെങ്കിലും ഊതിച്ചാൽ ഈ കഞ്ചാവോ ഏതെങ്കിലും മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആളെ പിടിക്കാൻ പറ്റുമോ? നടക്കില്ല. അതുകൊണ്ട് ആളുകൾക്കൊക്കെ വളരെ സന്തോഷമാണ് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും ഇതിന് അടിമയായി ഭ്രാന്തന്മാരായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ എന്താണോ നാളെ രാവിലെ ഇത് മുഴുവൻ ബാറും തുറക്കുമെന്നല്ല, ഇതിന് മാറ്റം വരും. ഈ ഘട്ടം ഘട്ടമായിട്ട് മദ്യനിരോധനം എന്ന് പറഞ്ഞ സംവിധാനം മാറ്റം വരും. ഇവിടെ പുകയില നിരോധിച്ചിട്ടാണോ? അല്ല, അത് വർജനമാണ്. അതുപോലെ വർജനം എന്ന രീതിയിലോ ഏതെങ്കിലും രീതിയിലും ആദ്യം കേരളത്തിലെ ജനങ്ങളെ ഇത് ഉപയോഗം പഠിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. പാശ്ചാത്യ രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് ഒരല്പം മദ്യപിക്കുക എന്നുള്ളത്. ആ രീതിയിലേക്കൊക്കെ ജനങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആരാണ് നേരത്തെ കള്ളു കുടിച്ച് വഴി കിടക്കുമെന്ന് പറയാം, ഇപ്പം 100-ൽ 1 അതായത് 1% ഉള്ള ആളുകളായിരിക്കും ഇതിൻ്റെ ദുരുപയോഗം നടത്തുന്നത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടറിയാം കേരളത്തിലെ ജനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വിജയകുമാറെ ഞാൻ പറഞ്ഞത്, ഇതിന് കാലഘട്ടത്തിൽ മാറ്റം വരേണ്ട അനിവാര്യമായി വരും. അത് ഇന്നോ നാളെയോ എന്ന് ഞാൻ പറയുന്നില്ല, ഇതിന് മാറ്റം വരും. അന്ന് നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാനതപ്പോൾ അതിനുള്ള തെളിവ് അപ്പോൾ പറയാം. ശ്രീ ചാർലി പോൾ, KCBC മദ്യവിരുദ്ധ സമിതി ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? നയം വ്യക്തമാക്കുന്നവർക്കേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്ന്. ഇപ്പോൾ ഒരു 2 നയം, മദ്യവർജനം നയമാണെന്ന് ഇടതുമുന്നണിയും ഇപ്പോഴത്തെ നയം കർശനമായി മുന്നോട്ട് കൊണ്ടുപോകും, സമ്പൂർണ്ണ മദ്യ നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് UDFും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഏതു തെരഞ്ഞെടുക്കും KCBC മദ്യവിരുദ്ധ സമിതി? അതായിരിക്കുമല്ലോ സഭയുടെ നിലപാട്. KCBC മദ്യവിരുദ്ധ സമിതി ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നില്ല. വ്യക്തമായി പറഞ്ഞാൽ
ഈ മദ്യനിരോധനം നയമായി പ്രഖ്യാപിച്ചാൽ ആ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ അസന്നിഗ്ധമായി ആളോട് പറയുകയുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മദ്യത്തെ നിയന്ത്രിക്കാനും നിരോധിക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ജനമെടുക്കാൻ ഇടയുണ്ട്. അതാണ് ഞാൻ പറയുക. കാരണം ഇപ്പോൾ ബീഹാറിൽ സംഭവിച്ച പോലെ തന്നെ അവിടുത്തെ ജനമാണ് മതേതര മുന്നണിയായ നിതീഷ് കുമാറിന്റെ മുന്നണിയെ ഈ സമ്പൂർണ്ണ മദ്യനിരോധനം പ്രഖ്യാപിച്ചപ്പോൾ വിജയിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള മദ്യനയം അട്ടിമറിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം 1996 ഏപ്രിൽ മാസം 1-ാം തീയതി ചാരായം നിരോധിച്ചപ്പോൾ അന്ന് വ്യാപകമായി ഈ നയം മുന്നണി മാറുമ്പോൾ അട്ടിമറിക്കപ്പെടുമെന്നുള്ള സ്ഥിതിശേഷം പറഞ്ഞ് പ്രചരിപ്പിച്ചെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ പിന്നീട് വന്ന ഗവൺമെന്റിന് ചാരായ നിരോധനം പുനഃസ്ഥാപിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അതുപോലെ തന്നെ ഇനി ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഞങ്ങളെ സംബന്ധിച്ച് UDF എന്നോ LDF എന്നോ വ്യത്യാസമില്ല. LDF മദ്യത്തിന് എതിരായ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഈ അടച്ചുപൂട്ടപ്പെട്ട മാറുകൾ തുറക്കാൻ ഇടവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്ര ശക്തമായ മദ്യത്തിനെതിരായ ഒരു ധാർമ്മിക മുന്നേറ്റത്തിന്റെ വേദി കേരളത്തിൽ സംജാതമാക്കിയെടുക്കാൻ കേരളത്തിലെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ നോക്കുക, ഇവിടെ പലരും മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞു. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് വ്യാപകമായതുകൊണ്ട് അതിനേക്കാൾ അല്പം കാഠിന്യം കുറഞ്ഞ എന്നാൽ വിഷലിപ്തമായി തന്നെ മദ്യം കൊടുക്കാമെന്നാണ് തീരുമാനം. മദ്യം എന്ത് നന്മയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക? അതുകൊണ്ട് ഈ വ്യാജ മദ്യത്തിന്റെ അളവ് കുറയുമ്പോൾ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗം താരതമ്യേന അല്പം കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് ഗവൺമെന്റുകളാണ്. ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് അതിനെ നേരിടേണ്ടത്. അല്ലാതെ മയക്കുമരുന്ന് കൂടുതനാൽ നമ്മൾ മദ്യത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വിഷമുണ്ട്, ഒരു വിഷം അല്പം കൂടിയതാണ്, അതുകൊണ്ട് പല വിഷം കൊടുക്കുകയാണെങ്കിൽ കൂടിയ വിഷത്തിലേക്ക് ആളുകൾ പോകുന്നില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? 2 വിഷം തന്നെയാണ്, കൊടിയ വിഷം തന്നെയാണ്. ഇതിൽ നിന്ന് ജനതയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ ഭരണകൂടങ്ങളുടെ പ്രധാനമായ ദൗത്യം. ലോകത്തിലെ ഏതൊരു ഭരണകൂടവും എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വ ബോധം പാവങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും നന്നാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ മദ്യം ഈ രാജ്യത്ത് ഒഴുക്കുമ്പോൾ ഈ ജനങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാനും പൊളിറ്റിക്കൽ ഡിസിഷന്റെ സാധ്യത രൂപപ്പെട്ടു വരുന്നത് അവിടെയാണല്ലോ. ഇവിടെ ഇടതുമുന്നണിയും UDF-ഉം LDF-ഉം അവരുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിനുള്ള സമയമായി എങ്കിൽ ഏത് തെരഞ്ഞെടുക്കും? മദ്യനയം സംബന്ധിച്ച മദ്യനയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കണം എന്ന് സഭ തീരുമാനിച്ചിട്ടുണ്ട്. അത് KCBC മദ്യവിരുദ്ധ സമിതിയുടെ ചെയർമാനും മറ്റു ഭാരവാഹികളും വാർത്താ സമ്മേളനം നടത്തി POC-യിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള സമയമായി. 2 മുന്നണികളും ഇപ്പോൾ ഇടതുമുന്നണിയുടെ മദ്യവർജന നയം സംബന്ധിച്ച് അവരുടെ നയപ്രഖ്യാപനത്തിൽ അത് വ്യക്തമാക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിൽ അത് വ്യക്തമാക്കാൻ പോകുന്നുണ്ട്. UDF ഇപ്പോഴത്തെ നിലപാട് കുറെ കൂടി കർശനമാക്കി നടത്തുമെന്ന് KPCC അധ്യക്ഷനും പറഞ്ഞിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനുള്ള സമയമായി. ഇനി അഴകുഴമ്പൻ സമീപനം അവസാനിപ്പിച്ച് ഞങ്ങൾ ഇതിനോടൊപ്പം എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടേ? തീർച്ചയായിട്ടും മദ്യനിരോധന നയം പ്രഖ്യാപിക്കുന്നവരോടൊപ്പമായിരിക്കും ജനം. ആ നിലപാടിനൊപ്പമായിരിക്കും. അതാണ് ജനപക്ഷ നയം. ആ നയത്തോടൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മദ്യവർജനം എന്ന് പറയുന്നത് ഒരു നയമേ അല്ല, അതൊരു വ്യക്തി എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനം മാത്രമാണ്. നയം എന്ന് പറയുന്നത് മദ്യം നിരോധിക്കാനും നിയന്ത്രിക്കാനും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരമാണ്. ഈ അധികാരമാണ് മദ്യനിരോധന അധികാരം എന്ന് പറയുന്നത്. ആ മദ്യനിരോധനമാണ് നയമായി പ്രഖ്യാപിക്കേണ്ടത്. വർജനം നയമായി പ്രഖ്യാപിക്കേണ്ടതില്ല, അത് അപഹാസ്യമാണ്. അതുകൊണ്ട് മദ്യനിരോധനം നയമായി പ്രഖ്യാപിക്കുന്നതോടൊപ്പമായിരിക്കും ജനം, അവരോടൊപ്പമായിരിക്കും ഞങ്ങളും. ശ്രീ PM മനോജ്, അതിനുകൂടി മറുപടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഈ പ്രഖ്യാപനങ്ങളല്ലാതെ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയാണ് പ്രധാനം. അങ്ങനെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മദ്യം ഘട്ടം ഘട്ടമായി കുറച്ച് വരുമെന്ന് പ്രഖ്യാപിച്ച ഒരു സർക്കാർ, ആ സർക്കാരിന് മദ്യത്തിൻ്റെ ഉപഭോഗം നിയന്ത്രിക്കാൻ കഴിയണം, അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള മയക്കുമരുന്നിൻ്റെ ഉപഭോഗം നിയന്ത്രിക്കാൻ കഴിയണം, വ്യാപനം നിയന്ത്രിക്കാൻ കഴിയണം. ദൗർഭാഗ്യവശാൽ UDF ഗവൺമെൻറ് ഇത് രണ്ടും കഴിയുന്നില്ല. അത് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കി. അത് ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായി യോജിക്കുകയാണ്. പിന്നെ അദ്ദേഹം വേറൊരു പ്രശ്നം ഉന്നയിച്ചു. ഈ മദ്യം ഉപയോഗിക്കുന്നു, അത് തടയാൻ, അത് തടഞ്ഞതുകൊണ്ട് മയക്കുമരുന്ന് വരുന്നു, 2 വിഷം കൊണ്ടുവച്ചാൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? അതല്ല അതിൻ്റെ യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ അശാസ്ത്രീയമായ മദ്യത്തിൻ്റെ നിയന്ത്രണം കൊണ്ടുവന്നത് കൊണ്ട്
സ്വാഭാവികമായും മറ്റു വഴികളിലേക്ക് ആളുകൾ ഈ ലഹരി ഉപഭോക്താക്കൾ തേടി ചെല്ലുന്നു. അതിനൊരു നിയന്ത്രണം വരുത്താൻ ഇവിടുത്തെ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. മൂന്നാമത്തത്, മദ്യം നിയന്ത്രിക്കുക മാത്രമല്ല, ഇന്ന് ഉള്ളതിനേക്കാൾ ഒരു തുള്ളിയെങ്കിലും കുറച്ച് കൊണ്ടുവരാനും അതുപോലെ ഇന്ന് മദ്യപിക്കുന്ന ആളുകളിൽ ഒരു വലിയ വിഭാഗത്തെങ്കിലും മദ്യത്തിൻ്റെ വിപത്തിൽ നിന്ന് അടർത്തി മാറ്റി രക്ഷപ്പെടുത്താനും അതുവഴി കുടുംബങ്ങളെയും സമൂഹത്തെയാകെയും രക്ഷപ്പെടുത്താനുമുള്ള നയമാണ്. മദ്യവർജന നയമാണോ എന്ന് ചോദിച്ചു. മദ്യവർജനം പ്രോത്സാഹിപ്പിക്കുക എന്നത് ഒരു ഭാഗത്ത് ഒരു നയം തന്നെയാണ്. അതോടൊപ്പം മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ച് കൊണ്ടുവരിക എന്നത് മറ്റൊരു നയമാണ്. ഈ നയങ്ങളെല്ലാം ചേർന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും പ്രഖ്യാപനമായിട്ട് വരുന്നത്. ആ പ്രഖ്യാപനം ഇതുപോലെ നേരത്തെ ലേറ്റീവ് വോയിസിൽ നാം ആവർത്തിച്ച് വായിച്ചതുപോലെ ജനത്തിനെ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് പകരം അഴിമതി പണം വെക്കുന്നതാവരുത്. ദൗർഭാഗ്യവശാൽ UDF ഇപ്പോൾ അതാണ് ചെയ്തിട്ടുള്ളത്. അത് മുതലാക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ മുന്നണികളും അവരുടെ ഇക്കാര്യത്തിലുള്ള നയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ കൂടുതൽ ചർച്ചകൾ ഇനിയും നടക്കുമായിരിക്കും. ആ ഘട്ടത്തിൽ വീണ്ടും നമ്മൾക്ക് അതിഥികളെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത A. ഷുക്കൂർ, PM മനോജ്, ഒപ്പം അഡ്വക്കേറ്റ് ചാർലി പോൾ, ബാറുടമ എലഗൻസ് ബിനോയ്, എല്ലാവർക്കും നന്ദി.